വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ആമോസിന്റെ പുസ്തകത്തിന്റെ പഠന പരമ്പരയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ആമോസിന്റെ പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിന്റെ പാപത്തെക്കുറിച്ചും അവർക്ക് ഉണ്ടായിരുന്ന അവരുടെ ജീവിത അവസ്ഥകളെക്കുറിച്ചും അതുവഴിയായിട്ട് ദൈവമായ കർത്താവ് അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതും പഠിച്ചതും. ഇനി തുടർന്ന് വരുന്ന ഓരോ വചനഭാഗങ്ങളും എടുത്ത് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതൊന്നും നമുക്ക് പ്രായോഗികമല്ലാത്തതിനാൽ ഞാൻ അതിനെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രത്യേകിച്ച് 2-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിന്റെ പാപത്തെക്കുറിച്ച് ഉള്ള ഒരു സൂചന നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത്. നമ്മൾ നിർത്തിയ ഭാഗത്ത് നിന്ന് നമുക്ക് ആരംഭിക്കാം. പ്രത്യേകിച്ച് 2-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ദൈവമായ കർത്താവ് അല്ലെങ്കിൽ 10-ാമത്തെ വാക്യത്തിൽ ദൈവമായ കർത്താവ് ഇസ്രായേലിന് ചെയ്ത നന്മകളെ അനുസ്മരിക്കുകയാണ്. ആദ്യ ഭാഗത്ത് നമ്മൾ കേട്ടു, അമോര്യരുടെ കൈകളിൽ നിന്ന് കർത്താവ് നിങ്ങളെ രക്ഷിച്ചു. അതെങ്ങനെയാണ് രക്ഷിച്ചത് എന്നുള്ളതിൻ്റെ ദൈവശാസ്ത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതായത് ഈജിപ്ത് ദേശത്തിൻ്റെ ആ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി ഒരു ജനതയാക്കി വിശ്വാസം പകർന്ന് ഒക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് 40 വർഷത്തോളം ഇവരെ മരുഭൂമിയിലൂടെ നടത്തി. അങ്ങനെ അവസാനം ദൈവമായ കർത്താവ് അവർക്ക് വിശ്വാസത്തിൻ്റെ അനുഭവം കൊടുത്ത് അതിലൂടെ അമോര്യരുടെ സംസ്കാരത്തെയും അമോര്യരുടെ മനോഭാവങ്ങളെയും ഒക്കെ വേരോടെ പിഴുത് കളഞ്ഞ് ആ ജനത്തെ അമോര്യരുടെ സംസ്കാരത്തെ ഇസ്രായേലിൽ നിന്ന് ദൂരോട്ടെടുത്ത് കളഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രമേയമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ മറ്റു മതസ്ഥരുടെ ഇടയിലൊക്കെ ജീവിക്കുന്ന നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇതാണ്. പലപ്പോഴും നമ്മൾ മറ്റു മതസ്ഥരുടെ ആചാരങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ അറിയാതെ നമ്മളുടെ വിശ്വാസത്തെ ത്യജിക്കാനിടയാവുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾക്ക് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ കർത്താവ് രക്ഷിക്കുന്നത്? കർത്താവ് തൻ്റെ രക്ഷ നൽകി, കർത്താവ് തൻ്റെ വിശ്വാസം നൽകി, നമ്മളെ ശക്തീകരിച്ച് നമ്മളെ കർത്താവ് മറ്റുള്ളവരുടെ സംസ്കാരങ്ങളിൽ നിന്ന് പിടിയിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന ഒരു അനുഭവമാണ്, രക്ഷാകരമായ അനുഭവമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഈ ജീവിത സാഹചര്യം എന്ന് പറയുക. രണ്ടാമതായിട്ട് പ്രവാചകൻ പറയുന്നത് ഇപ്രകാരമാണ്. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 2-ാം അധ്യായം 11-ാമത്തെ വാക്യം ശ്രദ്ധിച്ചറിയാം, പ്രവാചകന്മാരിൽ നിങ്ങളുടെ മക്കളിൽ ചിലരെ പ്രവാചകന്മാരായും നിങ്ങളുടെ യുവാക്കന്മാരിൽ ചിലരെ നാസ്യപഥക്കാരായി ഞാൻ ഉയർത്തി. ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമാണ്. അനോഹി എന്നുള്ള വാക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചു. അനോഹി എന്നുള്ള വാക്ക് വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. കർത്താവായ ഞാനാണ് അവർക്ക് നിങ്ങളുടെ മക്കളെ പ്രവാചകന്മാരാക്കിയത്. നമുക്കറിയാം, ഇഷ്ടംപോലെ പ്രവാചകന്മാരെ നമ്മൾ കണ്ടു. നിങ്ങളുടെ മക്കളെ ഞാൻ നാസ്യവ്രതക്കാരനാക്കി. സംഖ്യയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലാണ് നാസ്യവ്രതത്തെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് നൽകുക. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ 13-ാമത്തെ അധ്യായത്തിൽ സാംസൺ എന്ന് പറയുന്ന ന്യായാധിപന്റെ ജനനത്തോടനുബന്ധിച്ച് നാസ്യവ്രതക്കാരനാക്കി മാറ്റിയ സാംസനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരമായിരുന്നല്ലോ, സാംസൺ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്യൂരിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിശുദ്ധീകൃതമായിട്ടുള്ള ഇസ്രായേലിന്റെ പ്രതീകമാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെ നിങ്ങളുടെ മക്കളെ ഞാൻ നാസ്യവ്രതക്കാരാക്കി. അതുകൊണ്ട് ഓരോ മക്കളും ഇസ്രായേൽ ജനത്തിലെ എല്ലാവരും പ്രവാചകന്മാരും അതുപോലെ തന്നെ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരുമായിരിക്കണം. അതാണ് അതിൻ്റെ സൂചനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന ജനം ഒരിക്കലും വിട്ടുമാറി നിൽക്കാൻ പാടില്ല.
വിശ്വാസത്തിന്റെ സത്യത്തോട് ചേർന്ന് നിൽക്കേണ്ട വ്യക്തികളാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം എപ്പോഴും പ്രവാചകന്മാരും അതുപോലെ തന്നെ ദൈവത്തോട് ചേർക്കപ്പെട്ട വ്യക്തികളുമായിട്ട് മാറണം. എന്നാൽ അവരെന്ത് ചെയ്തു? അവർ ചെയ്ത കാര്യങ്ങളാണ് നാസി വ്രതക്കാരെ നിങ്ങൾ വീഞ്ഞു കുടിപ്പിച്ചു, നിങ്ങൾ പ്രവാചകന്മാരോട് പ്രവചിക്കരുതെന്ന് പറഞ്ഞു. കണ്ടോ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പ്രവാചകന്മാരും നാസ്യവ്രതക്കാരും ഒക്കെ ഉണ്ടായപ്പോൾ അവരോട് പറയുകയാണ്, പ്രവാചക ഇനി നീ ഇവിടെ പ്രവചിക്കരുത്. ആമോസിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇതേ ഒരു അനുഭവമാണ്. ആമസ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി, ജെറോബോവാം രാജാവിന്റെ സേവകനായിരുന്ന അമസ്യ എന്ന് പറയുന്ന വ്യക്തി ഈ പ്രവാചകനായ ആമോസിനോട് പറയുക, പ്രവാചക നിന്റെ പ്രവചനമൊക്കെ നല്ല രസമുണ്ട് കേൾക്കാൻ, നീ അടിപൊളിയായിട്ട് പറയുന്നുണ്ട്, പക്ഷേ അത് നീ ഈ രാജാവിന്റെ മുമ്പിൽ വേണ്ട, നീ പോയി അനത്തോത്തിൽ പോയി പ്രവചിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നീ അങ്ങ് ദൂരെ മാറി, അല്ലെങ്കിൽ നിന്റെ ദേശത്ത് പോയി നീ പ്രവചിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആമോസ് എന്ന് പറയുന്ന പ്രവാചകനെ പറഞ്ഞു വിടുന്ന രംഗമൊക്കെ കാണുന്നു. അതിനു മുമ്പിലാണ് ആമോസ് പറയുന്നത്, ഞാൻ പ്രവാചകനല്ല, പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ടവനല്ല, എൻ്റെ അപ്പനും പ്രവാചകനല്ല, പക്ഷെ ദൈവമായ ഞാനൊരു സിക്കമൂർ മരത്തിൽ വെട്ടിയൊരുക്കുന്നവനാണ്. ദൈവമായ കർത്താവിനോട് പറഞ്ഞു നീ പ്രവചിക്കാൻ പോവുക എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രവചന ദൗത്യത്തെ ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് 7-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവചനം, അതുപോലെ തന്നെ നാസീവ്രതക്കാരെ വീഞ്ഞു കുടിപ്പിച്ചു. പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഇസ്രായേൽ, വിശ്വസ്തരായിട്ടുള്ള കോൺസെക്രേറ്റഡ് ആയിട്ടുള്ള ഇസ്രായേലിനെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോയത് ഈ ഇസ്രായേൽ ജനമാണ്. ഇങ്ങനെയുള്ള ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന ശിക്ഷ എന്താണ്? നമ്മൾ മറ്റു ഭാഗങ്ങളിലൊക്കെ കണ്ടു. മോവാബ് ദേശക്കാർക്ക് കൊടുക്കുന്ന ശിക്ഷ, മോവാബ് ദേശം ഞാൻ നശിപ്പിക്കും. അല്ലെങ്കിൽ അമ്മോന്യ ദേശക്കാർക്ക് കൊടുക്കുന്ന ശിക്ഷ, അമ്മോന്യരുടെ ഓടാമ്പലുകൾ ഞാൻ ഇല്ലാതാക്കും, ഇരുമ്പ് ഓടാമ്പലുകൾ ഞാൻ തച്ചുടയ്ക്കും. ഏദോമിന് കൊടുക്കുന്ന ശിക്ഷയൊക്കെ അതാണെങ്കിൽ, ഇസ്രായേലിന് കൊടുക്കുന്ന ശിക്ഷ ഇസ്രായേൽ എന്ന് പറയുന്ന ദേശം നശിപ്പിക്കുന്ന എന്നതിലേക്കാട്ടുപരിയായി ഓരോ വ്യക്തികൾക്കും, കർത്താവിന്റെ വചനത്തോട് വിശ്വസ്തത പുലർത്താത്ത ഓരോ വ്യക്തികൾക്കും ദൈവമായ കർത്താവ് കൊടുക്കുന്ന വ്യക്തിപരമായിട്ടുള്ള ശിക്ഷകളാണ് ഇവിടെ പ്രധാനമായിട്ടും എടുത്തു കാണിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, കറ്റകൾ നിറഞ്ഞ വണ്ടി കീഴോട്ടമരുന്നത് പോലെ ഞാൻ നിങ്ങളെ മണ്ണിനോട് ചേർത്ത് നിർത്തും. മണ്ണും ജനവുമായിട്ട് യോജിക്കുക. കാരണം ഇനി ഇവൻ പൊങ്ങി വരാൻ പാടില്ല, അത്രമാത്രം ശക്തമാണ് അവന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ഈ തിന്മയെന്ന് പറയുക. അതുകൊണ്ട് മണ്ണിനോട് ഞാൻ ചേർത്ത് നിർത്തും, അവനെ മണ്ണിന്റെ അടിയിലേക്ക് ഞാൻ കൂമ്പാരമാക്കി മാറ്റും. രണ്ടാമത് പറയുകയാണ്, ഓടുന്നവനെ അവന്റെ ശീഘ്രത രക്ഷിക്കുകയില്ല. ഓരോ വ്യക്തിക്കും കൊടുക്കുക. അവൻ എത്രമാത്രം കൂടുതൽ ഓടിയാലും അവൻ ഒരിക്കലും ശീഘ്രത, അവന്റെ സ്പീഡ് ഒരിക്കലും അവനെ രക്ഷിക്കത്തില്ല. ശക്തന്മാരുടെ ശക്തി നിലനിൽക്കുകയില്ല. കരുത്തിന് ജീവൻ രക്ഷിക്കാനാവില്ല. വില്ലാളികൾ ചെറുത്തു നിൽക്കുകയില്ല. ശീഘ്രഗാമികൾ ഓടി രക്ഷപ്പെടുകയില്ല. അശ്വാരൂഢന് ജീവൻ രക്ഷിക്കാനാവുകയില്ല. നോക്കിക്കേ, ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ആയിരിക്കുന്ന വ്യക്തികൾക്ക് അവർക്കൊരിക്കലും പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധത്തിൽ, അവരുടെ ജീവിതത്തിന് രക്ഷ നൽകാൻ സാധിക്കാത്ത വിധത്തിൽ അങ്ങനെ ആയിരിക്കും കർത്താവ് ശിക്ഷ കൽപ്പിക്കുന്നത് എന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നോക്കിക്കോണം, ദൈവത്തിന്റെ ഇസ്രായേൽ ജനം ചെയ്യുന്ന പാപത്തിന്റെ ശിക്ഷ അതെത്രമാത്രം വലുതാണ്, അതെത്രമാത്രം ശക്തിയുള്ളതാണ്, അതെങ്ങനെയാണ് ഓരോ വ്യക്തികളിലേക്കും ആ പാപത്തിന്റെ ദൂഷ്യഫലങ്ങൾ കടന്നു വരുന്നത് എന്ന് ഈ ആമോസിന്റെ പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇതോടുകൂടി ആ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുക. കാരണം പ്രധാനമായിട്ടും ദമാസ്കസിനെതിരെയും ഗാസയ്ക്കെതിരെയും ടയറിനെതിരെയും അമ്മോന്യർക്കെതിരെയും ഏദോമ്യർക്കെതിരെയും മോവാബ്യർക്കെതിരെയും ജൂദായ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും ഒക്കെ ദൈവമായ കർത്താവ് തന്റെ ക്രോധം നടത്തുകയാണ്.
ആ ക്രോധത്തിന്റെ പ്രകരണങ്ങളാണ് നമ്മളിവിടെ ആമോസിന്റെ പുസ്തകത്തിലൂടെ കണ്ടു കഴിഞ്ഞത്. അതുകൊണ്ട് ഇസ്രായേൽ ജനതയോട് പറയുകയാണ്, ഇത്രമാത്രം ഞാൻ നിന്നെ ഓരോരുത്തരെയും ഓരോ വ്യക്തികളെ നശിപ്പിക്കുന്നുവെങ്കിൽ ഓരോ വ്യക്തിയും തിരിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക്, യെരൂശലേം ആവുന്ന വലിയ സന്നിധിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവനാണ് എന്നുള്ള സൂചന കൂടി ഇവിടെ പ്രവാചകൻ കൊടുക്കുകയാണ് 2-ാമത്തെ അധ്യായത്തിലൂടെ. ഇതിന്റെ സമാപനത്തിലാണ് 2-ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് ഒന്ന് പ്രവേശിക്കാം. ഇവിടെയാണ് എക്സോർട്ടേഷൻ. 3 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ കൊടുത്തിരിക്കുന്നത് എക്സോർട്ടേഷന്റെ ഭാഗമാണ്. എന്താണ് ഈ എക്സോർട്ടേഷൻ? എക്സോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഉപദേശങ്ങൾ എന്നാണ്. ഉപദേശങ്ങളിലൂടെ ഒരു സത്യത്തെ നമ്മുടെ മുമ്പിലേക്ക് പ്രവാചകൻ കൊണ്ടുവരികയാണ്. നമുക്കറിയാം, എപ്പോഴും നമ്മുടെ മനസ്സ് സൂക്ഷിക്കേണ്ടത്, ഈ 2-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ മനസ്സ് സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. എന്താണ് നമ്മൾ മനസ്സ് സൂക്ഷിക്കേണ്ടത്? ദൈവത്തിന്റെ ജനം പാപം ചെയ്തു. 2 രീതിയിലുള്ള പാപം. ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോകുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ അനീതി കടന്നു വരുന്നു. ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് ദൈവത്തിന്റെ ജനം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരണം. അതിന് കൊടുക്കുന്ന ചില ഉപദേശങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന 3 മുതൽ ഉള്ള അധ്യായങ്ങളിൽ കാണുന്നത്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്, വളരെ രസകരമാണ് ഇതിന്റെ തുടക്കം. ഷിംയു ഏത്ത് ഹദ്ദവാർ ഹദ്സെ അഷേർ ദിബ്ബർ അദോനായി അലേഹം ബെനെ ഇസ്രായേൽ. അത് വളരെ മനോഹരമായിട്ട് ഈ പ്രവാചക ഗ്രന്ഥങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. ഷിംയു, ആ വാക്ക് കടന്നു വന്നിരിക്കുന്നത് ക്ഷമ എന്ന് പറയുന്ന വാക്കിലാണ്. നിങ്ങൾക്ക് ഈ ക്ഷമ എന്ന വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും എന്താണ് ആ വാക്കിന്റെ അർത്ഥമെന്ന്. ക്ഷമ ഇസ്രായേൽ എന്ന് തുടങ്ങുന്ന ഇസ്രായേലിന്റെ പ്രാർത്ഥനയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രവാചക ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു വാക്കാണ് ക്ഷമ. ക്ഷമ ഇസ്രായേൽ എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ കേൾക്കുക, ഇസ്രായേലെ കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇസ്രായേൽ ജനമേ, ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ഇസ്രായേൽ ഭവനം മുഴുവനുമെതിരെ അവിടുന്ന് അരുളി ചെയ്യുന്ന വചനം നിങ്ങൾ കേൾക്കുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, ഈ പ്രവാചകന്മാര് ക്ഷമാ ഇസ്രായേൽ എന്ന് പറയുന്ന വചനഭാഗം ഉപയോഗിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ദൈവശാസ്ത്രമുണ്ട്. ക്ഷമാ ഇസ്രായേൽ അദോനായ് എലോഹേനു അദോനായ് അഹാദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ഷമ പ്രയർ ആരംഭിക്കുന്നത് നിയമാവർത്തന പുസ്തകത്തിൽ. ആ പ്രാർത്ഥനയ്ക്ക് ഹെബ്രായ ബൈബിളില് അത് ഉപയോഗിച്ചിരിക്കുന്ന, അതിന്റെ എഴുതിയിരിക്കുന്ന രീതി തന്നെ വളരെ രസകരമാണ്. ആ ക്ഷമ എന്നുള്ള വാക്കിന്റെ അവസാനത്തെ ഐനും എഹാദ് എന്ന് പറയുന്ന അവസാനത്തെ വാക്കിന്റെ ദാലതും കൂടി അത് വലിയ അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം, ക്ഷമാ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേലെ കേട്ടാലും എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ 2 ലെറ്റേഴ്സിന്റെ ബന്ധമാണ്. ഐനും ദാലതും കൂടി ചേർത്ത് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു വാക്കാണ് ഓത് അല്ലെങ്കിൽ ഊത്. അതിന്റെ അർത്ഥമാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റിമണി, വിറ്റ്നസിങ്, സാക്ഷ്യം എന്നൊക്കെയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഒരു വ്യക്തി അവൻ സാക്ഷ്യത്തിന്റെ വ്യക്തിയാണ്. ദൈവത്തിന് സാക്ഷ്യം നൽകാൻ വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ചുമ്മാ വാക്കുകൊണ്ടുള്ള പോരാട്ടമല്ല പ്രാർത്ഥന, മറിച്ച് ദൈവത്തിന് സാക്ഷ്യം നൽകാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ ഈ പ്രാർത്ഥന അവർ ചെല്ലുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ഏകദൈവം, ദൈവമായ കർത്താവ് ഏകദൈവമാകുന്നു. ഈ ഏകദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക. ഈ ഒരു വലിയ പ്രാർത്ഥന അവരുടെ വിറ്റ്നസിംഗ് ആണ്, അവരുടെ ടെസ്റ്റിമണിയാണ് എന്ന് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ ഒരു എക്സോർട്ടേഷനിൽ അല്ലെങ്കിൽ ഉപദേശത്തില് ഷെമിയു എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ അതൊരു ഭാഷയുടെ അന്തരത്തെക്കാൾ ഉപരിയായി അതിന് ദൈവശാസ്ത്രപരമായിട്ടുള്ള മാനങ്ങളുണ്ട്. കാരണം ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരുവന്റെ മനസ്സിലേക്ക് വരുന്നത് അവൻ എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയുടെ ശീലുകളാണ്.
പ്രാർത്ഥനയുടെ അനുഭവങ്ങളാണ്. അവൻ പറയുകയാണ്, ക്ഷമ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവന്റെ മനസ്സിലേക്ക് വരുന്നു, അയ്യോ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇസ്രായേലെ കേട്ടാലും കർത്താവ് ദൈവമായ കർത്താവ് അല്ലാതെ വേറൊരു കർത്താവും ഇല്ല. ഈ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി നീ സ്നേഹിക്കണം എന്നതിനെ കുറിച്ചുള്ള സൂചനകളാണ്. അതുകൊണ്ടാണ് ഇവിടെ തിരുവചനത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മളിത് കാണുന്നത്. എന്നിട്ട് രണ്ടാമത്തെ വാക്യം ഇതാണ്, ഭൂമിയിലുള്ള സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത്, അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. നിങ്ങളെ രക്ഷിക്കുമെന്നല്ല പറയുന്നത്, നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ഭൂമിയിൽ നിങ്ങളെ മാത്രമാണ് സ്വന്തം ജനമായിട്ട് കരുതിയത്. ഈ സ്വന്തം ജനം എന്ന് പറയുന്നതിന്റെ അർത്ഥം നിയമാവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളെയാണ് സ്വന്തം എന്ന് വിശേഷിപ്പിക്കുക. ഹെബ്രായ ഭാഷയിൽ ബഹാർ എന്നുള്ള വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നിയമാവർത്തന പുസ്തകത്തിലാണ്. ആ പുസ്തകത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ മൂന്ന് ആളുകളിലേക്കാണ് ഈ വാക്ക് കടന്നു വരുന്നത്. ഒന്ന്, ദൈവം, ബഹാർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആദ്യം പറയാം, ടു ചൂസ്, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുക. ആരെയൊക്കെയാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്? ബഹാർ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്, ഒന്ന്, ദൈവത്തിന് വേണ്ടിയിട്ടൊരു സ്ഥലം, കർത്താവിന് വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാണ് 12-ാമത്തെ നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഹമക്കോം അഷേർ ഇവ്ഹാർ അദോനായി, ദ പ്ലേസ് വിച്ച് യാഹ്വേ ഹാസ് ചോസൺ ടു ഇൻഹബിറ്റ് ഹിസ് നെയിം ദെയർ. ദൈവത്തിന്റെ നാമം സ്ഥാപിതമാക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത ദേശം, അതാണ് ആ സ്ഥലം. രണ്ടാമതായിട്ട് നിയമാവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 15-16 തിരുവചനങ്ങളിലാണ് രണ്ടാമത്തെ ഭാഗം കാണുന്നത്. അതെന്താണ്? രാജാവിനെ കർത്താവാണ് തെരഞ്ഞെടുക്കുന്നത്. വേറെ ആർക്കും തെരഞ്ഞെടുക്കാൻ പാടില്ല രാജാവിന്. ദൈവമായ കർത്താവിന് മാത്രമേ രാജാവിന് തെരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ളൂ. മൂന്നാമത്തേതാണ്, നിയമാവർത്തന പുസ്തകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കൂടുതലായിട്ട് കാണുന്നത്, ദൈവം തെരഞ്ഞെടുക്കുന്നത് തൻ്റെ ജനത്തെയാണ്. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭൂമിയിലുള്ള സകല ജനതകളിൽ നിന്നും വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ തെരഞ്ഞെടുത്തത്. കണ്ടോ? അപ്പൊ ദൈവം സ്വന്തമായിട്ട്, അതുകൊണ്ടാണ് അമ്മി ഇസ്രായേൽ എന്നൊക്കെ വാക്ക്, എൻ്റെ സ്വന്തം ജനം, എൻ്റെ സ്വന്തം ജനം ആ ഇസ്രായേലേ എന്നുള്ള വാക്കുകളൊക്കെ നിയമാവർത്തന പുസ്തകത്തിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ സ്വന്തം ജനത്തിന് ദൈവമായ കർത്താവ് കൊടുക്കുന്ന ഭൂമിയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്, ഭൂമിയാണ് വാഗ്ദാന ദേശം. അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനഭാഗത്തിന് ഇത്രമാത്രം അർത്ഥമുള്ളത്. അതുകൊണ്ട് സ്വന്തം ജനമായിട്ട് കരുതുന്ന കർത്താവ് സ്വന്തം ജനമായിട്ട് തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾക്ക് കർത്താവ് അവരെ ശിക്ഷിക്കും. വീണ്ടും പറയുകയാണ്, ശിക്ഷ എന്ന് പറയുന്നത് പണിഷ്മെന്റ് അല്ല, മറിച്ച് ശിക്ഷണമാണ്. പണിഷ്മെന്റ് അല്ല, ശിക്ഷണമാണ്. കാരണം കർത്താവ് ആരെയും നശിപ്പിക്കുകയില്ല, എക്സ്റ്റർമിനേഷൻ അല്ല. അവിടുന്ന് ആരെയും നശിപ്പിക്കുകയില്ല, മറിച്ച് ദൈവം എല്ലാവരെയും ശിക്ഷണത്തിലേക്ക് നയിച്ച് അവരെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രമേയമായിട്ട് നിൽക്കുക. പിന്നെ അടുത്ത വചനഭാഗം 3 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചായിരുന്നു. കാരണം പ്രവാചകന്റെ ദൗത്യത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചുമുള്ള സൂചനകളാണ് കൊടുത്തിരിക്കുന്നത്. കോസ് ആൻഡ് എഫക്റ്റ് തിയറി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലൂടെ കടന്നു വന്നിരിക്കുന്നതാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ കാണുന്നത്. ഇനിയാണ് നമ്മൾ കാണുന്ന ഉപദേശങ്ങളെ കുറിച്ചുള്ള ഭാഗം കടന്നു വരിക. അപ്പൊ നോക്കിക്കോണം, 3-ാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിൽ ഇസ്രായേൽ ജനതയോട് ഉപദേശ രൂപേണ പറയുകയാണ്, നിങ്ങൾ കേൾക്കണം. എന്താ കേൾക്കേണ്ടത്? കർത്താവിന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. എന്നിട്ട് പറയുകയാണ്, അടുത്ത ഉപദേശം ഇതാണ്, എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് ഈ ഭൂമിയിലുള്ള
സകല ജനതകളിൽ നിന്നും നിങ്ങളെ മാത്രമാണ് തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കുസൃതികൾക്കും ഞാൻ നിങ്ങൾക്ക് ശിക്ഷ നൽകുമെന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനകൾ കൊടുക്കുകയാണ്. ഇനി അടുത്ത ഭാഗത്ത് പ്രത്യേകിച്ച് ഈ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളില് വളരെ ശക്തമായ രീതിയിൽ ദൈവമായ കർത്താവ് ഇസ്രായേലിനെതിരെ സംസാരിക്കുന്ന, സമരിയായ്ക്കെതിരെ സംസാരിക്കുന്ന വചനഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലങ്ങള് സമരിയ എന്നാണ്. സമരിയ എന്ന് പറയുന്ന സ്ഥലം യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സൂചിപ്പിക്കുന്ന സ്ഥലമാണ്. നേരത്തെ ഒരു ടോക്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സമരിയായും എഫ്രായിമും എന്ന് പറയുന്ന ഈ രണ്ട് പേരുകൾ ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്തിന്റെ സമാനമായിട്ട് വരുന്ന രണ്ട് പേരുകളാണ്. അല്ലെങ്കിൽ അതിന്റെ പര്യായ പദങ്ങളാണ് സമരിയ അല്ലെങ്കിൽ എഫ്രായിം. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്തിന്റെ ആദ്യത്തെ തലസ്ഥാനം ജെറോബോവാമിന്റെ 1-ാമന്റെ കാലഘട്ടത്തിൽ തിർസ എന്ന് പറയുന്ന പട്ടണമായിരുന്നു. ഓംബ്രിയുടെ കാലഘട്ടത്തിന് മുമ്പ് വരെ, സിംബ്രിയുടെ കാലഘട്ടം വരെ തിർസ എന്ന് പറയുന്ന പട്ടണത്തിൽ ആയിരുന്നു അതിന്റെ തലസ്ഥാനം. എന്നാൽ സിംബ്രിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ യുദ്ധത്തിൽ, വിപ്ലവത്തിന്റെ സമയത്ത് ആ സ്ഥലം കത്തി നശിപ്പിക്കപ്പെടുകയും അതിനുശേഷം ഓംബ്രി എന്ന് പറയുന്ന വ്യക്തി ഷമാർ എന്ന് പറയുന്ന ആളിൽ നിന്ന് വാങ്ങിയ സ്ഥലമായിട്ട് സമരിയായെ നമ്മൾ കാണുകയാണ്. അങ്ങനെയാണ് സമരിയ എന്ന പ്രദേശം കടന്നു വരുന്നതെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഇസ്രായേലിനെ ദ്യോതിപ്പിക്കാൻ വേണ്ടി സമരിയ എന്ന് പറയുന്ന വാക്ക് കടന്നിരിക്കുക. ഇങ്ങനെയുള്ള സമരിയായ്ക്കെതിരെ കടന്നു വരുന്ന അതിശക്തമായിട്ടുള്ള ക്രോധം, അതിശക്തമായിട്ടുള്ള ശിക്ഷയ്ക്ക് 2 രാജ്യങ്ങൾ ടെസ്റ്റിമണി കൊടുക്കുകയാണ്. 2 രാജ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അവരെ പോലും ഈ പ്രവാചകൻ വിളിക്കുക, അല്ലയോ ഈജിപ്തെ, അല്ലയോ അസീറിയ, നിങ്ങളിങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങളൊക്കെ ഒന്ന് കാണുക, ഞാൻ എന്താണ് സമരിയായിക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് നിങ്ങൾ തന്നെ വന്ന് കണ്ട് ബോധ്യപ്പെടുത്തിക്കൊള്ളുക എന്ന് പറയുന്ന ഭാഗമാണ് 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്താണ് കാണുന്നതെന്ന് കേട്ടുകൊള്ളുക. അസീറിയയിലെയും ഈജിപ്തിലെയും ശക്തിദുർഗങ്ങളിൽ പ്രഖ്യാപിക്കുക, സമരിയയിലെ മലകളിൽ ഒരുമിച്ച് കൂടുവിൻ, അവളിലെ കലഹങ്ങളും മർദ്ദനങ്ങളും കാണുവിൻ. കർത്താവ് അരുളിച്ചെയ്യുന്നു, അക്രമവും കവർച്ചയും കൊണ്ട് തങ്ങളുടെ കോട്ടകൾ നിറയ്ക്കുന്നവർക്ക് നീതി പ്രവർത്തിക്കാൻ അറിയുകയില്ല. അതിനാൽ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ശത്രു നിങ്ങളുടെ ദേശം വളയും, നിങ്ങളുടെ പ്രതിരോധങ്ങൾ തകർത്ത് കോട്ടകൾ കൊള്ളയടിക്കും. അതാണ് പറയുന്നത്. ശത്രു നിങ്ങളുടെ ദേശത്തെ വളയും, എന്നാൽ അതിന്റെ പ്രതിരോധങ്ങളൊക്കെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. സമരിയയിലെ ശത്രു ആരാണ്? ഈ കടന്നു വരാൻ പോകുന്ന ശത്രുവിനെ കുറിച്ചുള്ള സൂചനകളാണ്. അസീറിയയാണ് ശത്രു. അസീറിയ ശത്രുവായിട്ട് വരിക. കാരണം ആമോസിന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഭാഗം, അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്, അസീറിയ വന്ന് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്തെ വിഴുങ്ങിക്കളയാൻ പോവുകയാണ്. കാരണം എന്തുകൊണ്ടാണ് അസീറിയ ഇസ്രായേലിനെ വിഴുങ്ങിക്കളയുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏടുകളിലൂടെ നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടും തിയോളജിക്കലായിട്ടും മനസ്സിലാക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു, അത് സീറോ എഫ്രമൈറ്റ് ക്രൈസിസിന്റെ അനന്തര ഫലമായിട്ടാണ് നിൽക്കുക. എന്നാൽ തിയോളജിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, അവരുടെ ഇടയിലുള്ള ശത്രുതയും ധാർഷ്ട്യവും ദൈവത്തോടുള്ള ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയതിനെ കുറിച്ചുമുള്ള സൂചനകളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ശത്രു ഇസ്രായേലിനെ നശിപ്പിക്കാൻ കാരണമായിട്ട് മാറിയത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എങ്കിലും ഇങ്ങനെയൊക്കെ ആയാലും നോക്കിക്കുക, ഇതാണ് ശിക്ഷണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. ഞാൻ നിന്നെ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവ് പറയുക, ഞാൻ നിന്നെ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കും. നമ്മൾ 3-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടില്ലേ? അതായത് കർത്താവ് തെരഞ്ഞെടുത്ത ഈ ജനം, നിങ്ങളെ എല്ലാ സമൂഹത്തിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. ആ ജനമേ, നീ തിന്മ പ്രവർത്തിച്ചാൽ നിനക്ക് ഞാൻ ശിക്ഷ നൽകും. അങ്ങനെ പറയുന്ന ദൈവം ഇവിടെ പറയുകയാണ്, വീണ്ടും പറയുകയാണ്, അസീറിയ എന്ന് പറയുന്ന ദേശം വന്ന് നിന്നെ വിഴുങ്ങാൻ പോവുക. അങ്ങനെ ഒരു അവസരത്തിൽ ദൈവമായ കർത്താവ് അവനെ ശിക്ഷിക്കുകയല്ല,
ശിക്ഷണം നൽകി അവനെ വിശുദ്ധീകരിക്കുക ചെയ്യുന്നത്. വളരെ മനോഹരമായ രീതിയിൽ 12-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇമേജറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ ഇമേജറി? ഇപ്രകാരമാണ്: സിംഹത്തിന്റെ വായിലകപ്പെട്ട ഒരാട്ടിൻകുട്ടിയെ ആട്ടിടയൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആട്ടിടയൻ തൻ്റെ കൈകള് സിംഹത്തിന്റെ വായിൽ ഇടുകയും ആ ആട്ടിൻകുട്ടിയുടെ ചെവി അദ്ദേഹം പിടിച്ച് വലിച്ചു പുറത്തേക്കെടുത്ത് സിംഹത്തിന്റെ വായിൽ നിന്ന് ഈ ആട്ടിൻകുട്ടിയെ രക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ള മനോഹരമായ ഇമേജറി ഈ 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സിംഹം ആരാണ്? അസീറിയാണ് സിംഹം. ആട്ടിൻകുട്ടി ആരാണ്? ഇസ്രായേലാണ് ആട്ടിൻകുട്ടി. ഇങ്ങനെ ഇസ്രായേൽ ജനം തിന്മ പ്രവർത്തിച്ചപ്പോൾ ദൈവമായ കർത്താവ് അവരെ ശിക്ഷിക്കാൻ വേണ്ടി, ശിക്ഷണത്തിന് വേണ്ടി അസീറിയ എന്ന് പറയുന്ന ദേശത്തെ വിട്ടുകൊടുക്കുകയും എന്നാൽ അവരിൽ നിന്ന് പോലും ദൈവമായ കർത്താവ് ഈ ജനത്തെ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന ഒരു ആട്ടിൻകുട്ടിയെ രക്ഷിക്കുന്നത് പോലെ ഈ ജനത്തെ രക്ഷിച്ച് വീണ്ടും പുതിയ ഒരു ജീവിതം കൊടുക്കുന്നത് പോലെയാണ് ദൈവത്തിന്റെ സ്നേഹമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രവാചകനായ ആമോസ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുക. തുടർന്ന് വരുന്ന വാക്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന്റെ അതിക്രമങ്ങളെ കുറിച്ച് പിന്നെ വീണ്ടും പറയുകയാണ്. 14-ാമത്തെ വാക്യത്തിലേക്ക് അല്ലെങ്കിൽ 13-ാമത്തെ വാക്യത്തിൽ വീണ്ടും നമ്മൾ കാണുന്നത് ഷിമിയു എന്നുള്ള വാക്കാണ്. അല്ലയോ ഇസ്രായേൽ, നീ വീണ്ടും കേൾക്കുക. എന്താ കേൾക്കേണ്ടത്? വീണ്ടും പറയുകയാണ്, ബഥേലിനെതിരെയും ദാനിനെതിരെയും കർത്താവ് കൊടുക്കുന്ന ശിക്ഷ. ബഥേലിനെതിരെയും ദാനിനെതിരെയും ദൈവമായ കർത്താവ് അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. എന്താ ഈ ബഥേല്, എന്താണ് ഈ ദാൻ എന്നൊക്കെയുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ, ചരിത്ര പുസ്തകങ്ങളിലെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കി. ബഥേൽ എന്ന് പറയുന്ന ദേശത്താണ് ജെറോബോവാം 1 ആദ്യത്തെ ദേവാലയം പണിയുന്നത്. കാരണം അന്നുണ്ടായിരുന്ന ആ ദേശത്തുണ്ടായിരുന്ന ആ ജെറുസലേമിന് ബദലായിട്ട് ഒരു ബഥേൽ എന്ന് പറയുന്ന ദേശത്ത് ദൈവത്തിന് ആലയം പണിയുന്ന ജെറോബോവാമിനെ കാണുന്നു. ദാൻ എന്ന് പറയുന്ന ദേശത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 17-18 അധ്യായങ്ങൾ വ്യാഖ്യാനിച്ചപ്പോൾ ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചിരുന്നു. ദാൻ എന്ന് പറയുന്ന ദേശം ഇസ്രായേലിന്റെ സദേൺ ഏരിയയിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ഫിലിസ്ത്യരുടെ സിറ്റികൾക്കുള്ളിൽപ്പെട്ട ഒരു പ്രദേശമാണ്. ആ ദാൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് സാംസൺ എന്ന് പറയുന്ന വ്യക്തി കടന്നു വരുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് എക്സ്ട്രീം നോർത്തിലേക്ക് ഈ ദാൻ എന്ന് പറയുന്ന ടെറിട്ടറി വ്യാപിക്കാനിടയായ കാരണം 17-18 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ ഒരു ബഥേലിനെതിരെയും ദാനിനെതിരെയും ദൈവമായ കർത്താവ് വളരെ ശക്തമായ ഭാഷയിൽ പറയുകയാണ്, ഇതിന്റെ ശക്തി ദുർഗങ്ങളെ ഞാൻ ഒടിക്കും, അതിന്റെ ഇരുമ്പോടാമ്പലുകളെ തകർക്കും, ബഥേലിലെ ബലിപീഠങ്ങളെ ഞാൻ തകർത്ത് തരിപ്പണമാക്കി മാറ്റും, ഇനി ഒരിക്കലും വിഗ്രഹാരാധന ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് പ്രവാചകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വീണ്ടും ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇനി ഒത്തിരി അധ്യായങ്ങൾ, ഓരോ ഭാഗങ്ങളും നമ്മൾ വായിച്ച് കേൾക്കാൻ കിടക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കിടക്കുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ 4-ാമത്തെ അധ്യായം കൂടി ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ എപ്പിസോഡ് നമുക്ക് തീർക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്താണ് 4-ാമത്തെ അധ്യായത്തിന്റെ പ്രത്യേകത? നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ വായിക്കുന്നതും വായിച്ചു കഴിയുമ്പോൾ ചിരിക്കുന്നതുമായിട്ടുള്ള ഒരു വചനഭാഗമാണിത്. എങ്ങനെയാ തുടങ്ങുന്നത്? ദരിദ്രരെ പീഡിപ്പിക്കുകയും അവശരെ ചവിട്ടിയരയ്ക്കുകയും ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരിക എന്ന് ഭർത്താക്കന്മാരോട് പറയുകയും ചെയ്യുന്ന സമരിയ മലയിലെ ബാഷാൻ പശുക്കളെ ശ്രവിക്കുവിൻ. ആരെക്കുറിച്ചാ പറയുന്നത്? സ്ത്രീകളെ കുറിച്ചാ പറയുന്നത്. പണ്ടുകാലങ്ങളിലെ സ്ത്രീകള് മദ്യപാനികളല്ലായിരുന്നുവെന്ന്
നിങ്ങളാരും വിചാരിക്കേണ്ട, മദ്യപാനികൾ തന്നെ ആയിരുന്നുവെന്ന് കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത്? ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരിക എന്ന് ഭർത്താക്കന്മാരോട് പറയുന്ന സമരിയാമലയിലെ ബാഷാൻ പശുക്കളെ കുറിച്ച് പറയുമ്പോൾ അതെന്താണ്? അത് കൊഴുത്തു മുഴുത്ത പശുക്കളാണ് ബാഷാനിലെ പശുക്കൾ. ബാഷാൻ എന്ന് പറയുന്ന ദേശം ഗലീലി പ്രദേശത്തിന്റെ അക്കരെയാണ് പ്രദേശം. അതായത് തിബേരിയാസ് ഇക്കരയാണെങ്കിൽ ഗലീലി പ്രദേശത്തിന്റെ അപ്പുറത്തെ വശമാണ് ബാഷാൻ എന്ന് പറയുന്ന ദേശം. ഗലീലി കടൽ എന്ന് പറയുന്നത്, ഗലീലി തടാകം എന്ന് പറയുന്നത് 28 കിലോമീറ്റർ നീളവും 14 കിലോമീറ്റർ വീതിയും 42 മീറ്ററോളം ആഴവുമുള്ള ഒരു തടാകമാണ് യഥാർത്ഥത്തില് ഈ ഗലീലി തടാകം എന്ന് പറയുന്നത്. അതിന്റെ രണ്ട് എൻഡ് നമുക്ക് കാണാൻ പറ്റും. ഒരെൻഡിലാണ് ബെത്സൈദ എന്ന് പറയുന്ന സ്ഥലം, ഫിഷർമാൻ ഹൗസ്. രണ്ടാമത്തെ ഭാഗമാണ് യഥാർത്ഥത്തില് ഇപ്പോൾ ജോർദാൻ നദിയും ഗലീലിയും കൂടെ കൂട്ടിമുട്ടുന്ന പ്രദേശം. ഇങ്ങനെയാണ് രണ്ട് എൻഡുകളാണ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ജോർദാന്റെ ഒഴുക്ക് പോലും ഒരു ജിയോഗ്രഫിക്കലായിട്ട് ദൈവശാസ്ത്രപരമായിട്ട് അത് അവതരിപ്പിച്ച്, ആ ജിയോഗ്രഫി പോലും ദൈവശാസ്ത്രപരമായിട്ട് അവതരിപ്പിക്കുന്ന ചരിത്ര സ്കോളേഴ്സ് നമ്മുടെ ഇടയിലുണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ ആരെയാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്? ഭാഷാം പശുക്കളെ എന്ന് പറഞ്ഞുകൊണ്ടല്ല, പശുക്കളെ അല്ല അഭിസംബോധന ചെയ്യുന്നത്, അല്ലെ സ്ത്രീകളെ അല്ല അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് ഇസ്രായേൽ ഭവനത്തെയാണ്. ഇസ്രായേൽ ഭവനമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിസംബോധന പോലും ചെയ്യുന്നത്. എന്താണ് ഈ അഭിസംബോധന ചെയ്യാനുള്ള കാരണം? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ ഭാഗങ്ങളും വളരെ പ്രസക്തമാണ്. ഇസ്രായേൽ ചെയ്ത അനീതിപരമായിട്ടുള്ള തിന്മകള്, പ്രത്യേകിച്ച് ദരിദ്രന്റെ തല പൂഴിയിലിട്ട് ചവിട്ടി അരയ്ക്കുന്ന രീതി 2:7 കണ്ട അതേ സംഭവം തന്നെ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. രണ്ടാമതായിട്ട് പറയുകയാണ്, തങ്ങൾക്ക് കുടിക്കാൻ വീഞ്ഞു കൊണ്ടുതരിക എന്ന് പറഞ്ഞ് ഭർത്താക്കന്മാരോട്, അതായത് ഒരു കൾട്ടിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ മുമ്പിലാണ് നിൽക്കുക, ഒരു ആരാധന അനുഭവത്തിന്റെ വിജാതി ആരാധന അനുഭവത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. അവിടെയൊക്കെ വിജാതിരായിട്ടുള്ള ദൈവങ്ങൾക്ക് മുമ്പിൽ ഈ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകുന്ന ഒരു ജീവിത സാഹചര്യത്തിന് മുമ്പിലാണ് ഈ ഒരു വചനഭാഗം മനസ്സിലാക്കുക. കഴിഞ്ഞിടയിൽ ഒരു വീഡിയോ കാണാനിടയായി. ഇവിടെ നാട്ടിലേതോ ഒരു സ്ഥലത്ത് ഒരു ദേവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നല്ല പൈന്റ് കുപ്പികൾ എടുത്ത് കൊടുത്താൽ മതി, കൊടുത്ത് അങ്ങനെ മദ്യക്കുപ്പികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേവന്റെ മുമ്പിൽ ദേവൻ നൃത്തമാടുക, അങ്ങനെയൊക്കെ പ്രസാദിപ്പിക്കുന്ന കാലഘട്ടം അന്നും ഇന്നും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നും നമ്മൾ കാണുന്ന സംഗതികളാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ പറയുകയാണ്, ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോകുന്നവരെ, അല്ലെങ്കിൽ അന്യ മതവിശ്വാസത്തിന്റെ ആചാരങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരെ, നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്താണ്? ശത്രു നിങ്ങളെ കൊളുത്തിട്ടിഴയ്ക്കുന്ന നാൾ വരുന്നു, നിങ്ങളിൽ അവസാനത്തെ തരി പോലും അവർ ചൂണ്ടയിൽ കോർത്തു വലിക്കും. നിങ്ങൾ ഓരോരുത്തരും അടുത്തുള്ള മതിൽ പിളർപ്പിലൂടെ പുറത്തു കയറും, ഹെർമോണിലേക്ക് നിങ്ങൾ വലിച്ചെറിയപ്പെടും. അതിശക്തമായിട്ടുള്ള ക്രോധമാണ്, അല്ലെങ്കിൽ ശിക്ഷയാണ് കർത്താവ് നമുക്ക് നൽകുന്നത് എന്ന് 4-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാഷാൻ പശുക്കളെ എന്ന് വിശേഷിപ്പിക്കുന്നത് അവിടുത്തെ സ്ത്രീകളെ അല്ല, മറിച്ച് അവിടെയുള്ള ഒരു കൾട്ടാണ്. ഇസ്രായേലിന്റെ മതജീവിതത്തിൽ ഇത്തപ്രകാരമുള്ള ദൈവാരാധന കടന്നു വന്നിരുന്നു. അങ്ങനെയുള്ള ദൈവാരാധന നടത്തുന്ന ആളുകൾക്കെതിരെ ദൈവമായ കർത്താവ് തന്റെ ശക്തമായ ഭാഷയിലെ ഉത്തരം നൽകുകയാണ് ഈ തിരുവചന ഭാഗങ്ങളിലൂടെ. അതുകൊണ്ട് അടുത്തു വരുന്ന ഭാഗത്ത് 4 മുതലുള്ള വാക്യങ്ങളില് ഒരു പ്രത്യേകത നമ്മൾ കാണാൻ പറ്റും. 4 വാക്യങ്ങളിൽ ഒരു പെട്ടെന്ന് വായിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ചിന്താഗതി തോന്നാം, പക്ഷേ അത് നെഗറ്റീവ് രീതിയിലാണ്, ഒരു സർക്കാസ്റ്റിക് രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ്? ബഥേലിൽ ചെന്ന് അകൃത്യം ചെയ്യുവിൻ, ഗിൽഗാലിൽ ചെന്ന് കഴിയുന്നത്ര അകൃത്യങ്ങൾ ചെയ്യുവിൻ, പ്രഭാതം തോറും നിങ്ങളുടെ ബലികളും എല്ലാ 3-ാം ദിവസവും നിങ്ങളുടെ ദശാംശങ്ങളും കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസിറ്റീവ് രീതിയിൽ സർക്കാസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് 4 മുതലുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ്? ബഥേലും അതുപോലെ തന്നെ പൂജാഗിരികളും ഒക്കെ
ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. നീ വേണമെങ്കിൽ പൊക്കോ, അവിടെ പോയി പിന്നെ ആരാധന നടത്തിക്കൂ, ഗിൽഗാലിൽ പോയി നിങ്ങൾ കഴിയുന്നത്ര അകൃത്യങ്ങൾ നടത്തിക്കൂ. പക്ഷേ ഇതിനൊന്നും ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ നഷ്ടപ്പെടാൻ പോകുന്ന സാഹചര്യങ്ങൾ കടന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത തിരുവചന ഭാഗം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇനി അടുത്ത് വരുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഒരു 4-ാമത്തെ അധ്യായത്തിന്റെ ഒരു പ്രത്യേകത, ഉപദേശത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ 6-ാമത്തെ വാക്യത്തിന് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ഭാഗം ഇതാണ്: എന്നാലും കർത്താവ് അരുളി ചെയ്യുന്നു, എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. വേലോ ശബ്ദേം ഒതായി നെവുമതണായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വത്തില്ല. അതുപോലെ തന്നെ 8-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗത്ത് വീണ്ടും പറയുകയാണ്, എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങിയെത്തിയില്ല. 9-ാമത്തെ വാക്യത്തിന്റെ അവസാനത്ത് പറയുകയാണ്, എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങിയെത്തിയില്ല. 10-ാമത്തെ വാക്യത്തിലും 11-ാമത്തെ വാക്യത്തിലും ഒക്കെ പറയുകയാണ്, നിങ്ങൾ മടങ്ങി വന്നില്ല. അതിന് ഓരോ ദൈവമായ കർത്താവ് നടത്തിയ ഓരോ അനുഭവങ്ങളും, അതായത് ഇസ്രായേലിൽ കടന്നു വന്നിട്ടുള്ള ഓരോ ശിക്ഷകളും, അതുപോലെ ഇസ്രായേലിന് കർത്താവ് കൊടുത്ത നന്മകളും ഒക്കെ വിവരിച്ചിട്ട് പറയുകയാണ്, എന്നിട്ട് ഈ നന്മകൾ കണ്ടിട്ടും ഈ ശിക്ഷകളൊക്കെ കണ്ടിട്ടും എന്തേ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല എന്നതിനെ കുറിച്ചുള്ളൊരു വിലാപം പോലെയുള്ള ഒരു ഉപദേശമാണ് 4-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 6-ാം അധ്യായം ഈ വാക്യങ്ങൾ, ഓരോ വാക്യങ്ങളുടെ സമാപനത്തിൽ കൊടുത്തിരിക്കുന്ന എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നില്ല എന്നുള്ള വലിയ ഒരു വിലാപമാണ് യഥാർത്ഥത്തില് ഈ 4-ാമത്തെ അധ്യായത്തിന്റെ കണ്ടന്റായിട്ട് നിൽക്കുക. ദൈവം കൊടുത്തിരിക്കുന്ന ശിക്ഷകള്, ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങള്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും എന്തേ ഇസ്രായേൽ ജനമേ എൻ്റെ അടുത്തേക്ക് വന്നില്ല. അതുകൊണ്ട് 12-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളോട് ഇത് ചെയ്യും. ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ ദൈവത്തിന്റെ സന്ദർശനത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. കർത്താവ് സന്ദർശിക്കാൻ വരുന്നു. ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ മനോഹരമാണ്. അത് ഇപ്രകാരമാണ്: ദൈവമായ കർത്താവ് ഇതാ നിങ്ങളെ സന്ദർശിക്കാൻ വരിക. അത് കർത്താവ് നിങ്ങളുടെ സന്ദർശനത്തിനായിട്ട് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുവിൻ. മലകൾക്ക് രൂപം നൽകുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യന് തന്റെ ചിന്ത വെളിപ്പെടുത്തുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നത തലങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്നാണ് അവന്റെ നാമം. ദൈവത്തിന്റെ സന്ദർശനത്തെ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുവിൻ. ദൈവമായ കർത്താവിന്റെ നാമമാണ് അവിടുത്തെ നാമമെന്ന് ശക്തമായ ഭാഷയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ 4-ാമത്തെ അധ്യായം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് 4-ാമത്തെ അധ്യായത്തിന്റെ ഉപദേശത്തില് പ്രധാനമായിട്ടും കാണുന്നത് ഇസ്രായേൽ ജനത്തെ ദൈവം കൊടുക്കുന്ന ശിക്ഷയും, അതുപോലെ തന്നെ ആ ശിക്ഷ ഒരിക്കലും നാശത്തിലേക്കുള്ളതല്ല, മറിച്ച് ശിക്ഷണത്തിലേക്കുള്ള ശിക്ഷയാണ്. ആ ശിക്ഷയിലൂടെ ദൈവമായ കർത്താവിനെ സംരക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്ന ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇസ്രായേൽ ജനം ചെയ്ത പാപത്തെക്കുറിച്ചും അവന്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുമുള്ള അറിയിപ്പുകളാണ് യഥാർത്ഥത്തില് ഈ 3-ാമത്തെയും 4-ാമത്തെ അധ്യായത്തിന്റെ പ്രതിപാദന വിഷയമായിട്ട് നിൽക്കുക. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.